നമ്മൾ ഇത്ര നാൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പഴയ ഷോർട്സിനും നമുക്ക് ഇനി മുതൽ എഡിറ്റ് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും പറ്റും. അതായത് പുതിയ ചെയ്യാൻ പോകുന്ന ഷോർട്സിൻ്റെയും അതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പഴയ ഷോർട്സിൻ്റെയും എല്ലാത്തിനും നമുക്ക് തംബ്നെയിൽ ഇനി മുതൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതുമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻസ്? ഒന്നാമത്തേത്, യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് അതിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കതിനൊരു കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. നമുക്ക് ലാപ്ടോപ്പിലൂടെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെയോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് അതിനൊരു തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താണ്? അതായത് നമ്മൾ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യണമായിരുന്നു. ഒരു പ്രാവശ്യം ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് തംബ്നെയിൽ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി മുതൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമുക്കതിൻ്റെ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിലിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് ആ ഫ്രെയിമിനെ, ആ തംബ്നെയിലിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ടെക്സ്റ്റിൻ്റെ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ടെക്സ്റ്റിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ ഫ്രെയിമിൽ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മുടെ തംബ്നെയിലിൽ മാത്രമേ കാണുകയുള്ളൂ. അത് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ അത് കാണത്തുമില്ല. നമ്മൾ ഇത്ര നാൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പഴയ ഷോർട്സിനും നമുക്ക് ഇനി മുതൽ എഡിറ്റ് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും പറ്റും. അതായത് പുതിയ ചെയ്യാൻ പോകുന്ന ഷോർട്സിൻ്റെയും അതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പഴയ ഷോർട്സിൻ്റെയും എല്ലാത്തിനും നമുക്ക് തംബ്നെയിൽ ഇനി മുതൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ലാപ്ടോപ്പിലൂടെ ഡെസ്ക്ടോപ്പിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇനി മുതൽ തംബ്നെയിലിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അവിടെ വെച്ച് അതിന് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, യു ക്യാൻ ആഡ് തംബ്നെയിൽ ഓൺ ദ യൂട്യൂബ് മൊബൈൽ ആപ്പ്, ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നീട് അതിനെ മൊബൈൽ ആപ്പിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്കതിനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഷോർട്സിന് നമുക്ക് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നേരത്തെ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തംബ്നെയിൽ കൊടുക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റും. പിന്നീട് അതിന് ചേഞ്ച് ചെയ്യാനും പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷോർട്സിൻ്റെ തംബ്നെയിൽ ഇനി മുതൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ അതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷോർട്സിൻ്റെ തംബ്നെയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോകുന്നു, എൻ്റെ ചാനലിൽ പോകുന്നു. ചാനലിൽ ഞാൻ മാനേജ് വീഡിയോസിൽ പോകുന്നു. ഇവിടെ ഞാൻ ഷോർട്സിൽ പോകുന്നു. ഇനി ഞാൻ ഈ വീഡിയോയെ ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എഡിറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നോക്കാം, തംബ്നെയിലിൻ്റെ അവിടെ പെൻസിൽ ഐക്കോൺ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ എഡിറ്റിൽ വന്നിരുന്നാൽ പെൻസിൽ ഐക്കോൺ കാണിക്കില്ലായിരുന്നു. അതായത് നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പെൻസിൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്ക്, കംപ്ലീറ്റ് ഫ്രെയിം, ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഫ്രെയിം താഴെ കാണിക്കുന്നുണ്ട്. അതുപോലെ തംബ്നെയിലിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡിലായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റിന് ഞാൻ ഇവിടെ നോക്ക് ഡാൻസ് വീഡിയോ എന്ന് പറയുന്നത് കൊടുക്കുന്നു. സൈസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കുക. വെച്ചതിന് ശേഷം ഇനി നമുക്കൊന്ന് ഫിൽറ്റർ ആഡ് ചെയ്ത് നോക്കാം. ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഫിൽറ്റർ ഏതാണോ വേണ്ടത് ഞാനിവിടെ വൈബ്രൻ്റ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഈ ടിക്ക് ഐക്കോണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്സിൻ്റെ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ടിക്ക് ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഷോർട്സിൻ്റെ തംബ്നെയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ഷോർട്സിൻ്റെയും അതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഷോർട്സിൻ്റെയും തംബ്നെയിൽ നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിനെ കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.